ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ സർക്കാർ രൂപീകരിക്കാനാകാതെ വിജയുടെ പാർട്ടി TVK കേവല ഭൂരിപക്ഷം തെളിയിച്ച ശേഷമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. DMK AIDMK സഖ്യസാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ തമിഴ്നാട്ടിലെ സാഹചര്യം അത് വേറൊരു സാഹചര്യമാണ്. നമ്മുടെ തൊട്ടടുത്ത് അവിടെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ EPS മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ, അതായത് ദ്രാവിഡ കക്ഷികളുടെ ഒരു സമവായ സാധ്യതയെ പറ്റിയൊക്കെ വിവരങ്ങൾ വരുന്നു. എങ്ങനെയാണ് ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നൊരു തീരുമാനമുണ്ടാകുമോ? എൽദോ, വളരെ നാടകീയമായ സംഭവങ്ങൾക്ക് ഒരുപക്ഷെ തമിഴ്നാട് സാക്ഷ്യം വഹിക്കും. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ തട്ടുപൊളിപ്പൻ തമിഴ് സിനിമകളുടെ ഒരു കഥ പറയുന്നത് പോലെ തന്നെ അവസാന നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി TVK ആണ്. 108 സീറ്റുകളിലാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 118 സീറ്റുകളാണ് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായുള്ളത്. കഴിഞ്ഞ ദിവസവും 2 തവണ ഗവർണറെ വിജയ് കണ്ടിരുന്നു. പക്ഷേ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇതുവരെ സർക്കാർ രൂപീകരിക്കുന്നതിന് അനുകൂലമായൊരു തീരുമാനമെടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഫ്ലോർ ടെസ്റ്റിന് മുൻപ് തന്നെ അംഗബലം കാണിക്കണം എന്നൊരു ഉറച്ച നിലപാടിൽ ഗവർണർ നിൽക്കുകയാണ്. 2 ആഴ്ചത്തെ സമയമാണ് വിജയ് ചോദിച്ചിട്ടുള്ളത്. സർക്കാർ രൂപീകരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേവല ഭൂരിപക്ഷം വ്യക്തമാക്കാം, തെളിയിക്കാം എന്ന കാര്യം വിജയ് പറഞ്ഞെങ്കിലും ഗവർണർ അതിന് അനുകൂലമായി ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഈ 108 അംഗങ്ങൾ വിജയുടെ പാർട്ടിക്കുണ്ട്. അതിന് പുറമെ 5 കോൺഗ്രസ് അംഗങ്ങൾ കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് അംഗങ്ങളുടെ പട്ടിക കൂടി വെച്ചാണ് ഗവർണർക്ക് സർക്കാർ രൂപീകരണത്തിനുള്ള അപേക്ഷ നൽകിയത്. ഈ കോൺഗ്രസ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയതിൽ ഗവർണർക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സഖ്യ സർക്കാരാണ്, അങ്ങനെയെങ്കിൽ പൂർണ്ണമായ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കാം എന്ന നിലപാടിലേക്ക് ഗവർണർ പോവുകയായിരുന്നു. കാര്യങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും. വിജയ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, അവിടെയുള്ള മറ്റ് ചെറുകക്ഷികളുടെ നിലപാടാണ്. അതിൽ CPMന് 2 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്, VCK എന്ന മറ്റൊരു പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. ഈ പാർട്ടികൾ ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ നേതൃത്വങ്ങൾ വിജയ്ക്ക് അനുകൂലമായ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അവർ മനസ്സ് തുറന്നിട്ടില്ല ആർക്ക് പിന്തുണ നൽകുമെന്നത്. പക്ഷേ അവിടെയും തീരുന്നില്ല. മറ്റ് ഒരു സാധ്യത വരുന്നത് DMKയും AIDMKയും സഖ്യത്തിലേക്ക് പോകും. അതായത് ചിരവൈരികളായ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എക്കാലവും കീരിയും പാമ്പുമായിരുന്ന 2 പാർട്ടികൾ അവർ സഖ്യത്തിലേക്ക് പോകും എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് DMK AIDMK സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചേക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അവിടെ MK സ്റ്റാലിൻ ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ പോലും 2ാം നിര നേതാക്കളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദം വരികയായിരുന്നു. ഏതായിരുന്നാലും ചെന്നൈയിൽ 10-ാം തീയതി വരെ തുടരണമെന്ന നിർദ്ദേശമാണ് DMK MLA-മാർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു സഖ്യസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല തമിഴ്നാട് ചരിത്രത്തിൽ തന്നെ. എങ്കിൽ അതൊരു വേറിട്ട കാഴ്ചയായി മാറുകയും ചെയ്യുമെന്തോ. റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിയ. തമിഴ്നാട്ടിലും സാഹചര്യങ്ങൾ അത് നാടകീയമാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതിൽ ഇനിയും വ്യക്തതയില്ല. അല്ലാത്ത തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. TVK'ക്കാണെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്നില്ല. ഗവർണർ രാജേന്ദ്ര അർലേക്കർ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുമായി വന്നില്ലെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെ. അപ്പോൾ അതിനിടയിലാണ് AIDMK DMK ഒരു ചർച്ചയൊക്കെ നടക്കുന്നത്.